ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഇത് ശിവരാത്രിയുടെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ശിവരാത്രി ആ ദിവസത്തെ വീഡിയോ ആണ്. അപ്പം ഞാനും ശിവരാത്രി വ്രതമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിനു മുമ്പൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ശിവരാത്രി വ്രതമൊക്കെ എടുത്ത് ഒരു ഇതോടുകൂടി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ രാവിലെ തന്നെ നല്ല കിളികളുടെയൊക്കെ സൗണ്ട് ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു രാവിലെ. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് രാവിലെ ഇങ്ങനെ കാണാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. വെട്ടം ഒന്ന് വീണ് ഒന്ന് വന്ന് ആ ഒരു ടൈമാണ് കേട്ടോ. ഈ സമയത്ത് കിളികളുടെയൊക്കെ സൗണ്ടാണ്. അപ്പോൾ ഒരുപാട് സമയം കളഞ്ഞില്ല, ഞാൻ പെട്ടെന്ന് തന്നെ അകത്തോട്ട് ഓടിപ്പോയി എല്ലായിടവും തൂത്ത് വൃത്തിയാക്കി കേട്ടോ. എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് തൂത്ത് വൃത്തിയാക്കി രാവിലെ ഇപ്പോൾ ഇടും കേട്ടോ. രാവിലെ ഇപ്പോൾ ഇതാണ്, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, രാവിലെ എന്തായാലും എല്ലായിടവും തൂത്ത് തുടച്ചൊക്കെ ഇടും കേട്ടോ. എല്ലാവരും എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു അവർക്കും ഒരു ഡിസ്റ്റർബൻസ് ഇല്ല, നമുക്കും ഇല്ല. കണ്ണൻകുട്ടനൊക്കെ ഞാൻ ഇങ്ങനെ തൂത്ത് വാരുകനൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറുന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ അവർ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് ചെയ്തിട്ടാൽ സുഖമല്ലേ. അതിന് ശേഷം ഞാൻ പുറത്ത് വന്ന് ഞങ്ങളുടെ ചീരയൊക്കെ അങ്ങ് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. കുറച്ച് ചീരയൊക്കെ ഉള്ളു കേട്ടോ. ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ചീര അങ്ങനെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ. കുറച്ച് ചീരയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വഴുതനങ്ങ ഒന്ന് വളർന്നു വരുന്നുണ്ട്. അങ്ങനെ എല്ലാം കുറച്ച്. ഇപ്പം പിന്നെ വേറെയൊക്കെ നടുന്നുണ്ട് കേട്ടോ. പച്ചമുളക്, പിന്നെ നമ്മുടെ പയർ, ഇതൊക്കെ നട്ട് അതൊക്കെ മുളച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം രാവിലെ തന്നെ ഞാൻ എന്തായാലും ചീരക്കൊക്കെ വെള്ളം ഒഴിച്ചതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്ക് കത്തിക്കുകയാണ് കേട്ടോ. രാവിലെ എന്തെങ്കിലും ഇതുപോലെ സ്പെഷ്യൽ ദിവസമൊക്കെ ഞാൻ രാവിലെ വിളക്ക് കത്തിക്കും കേട്ടോ. എന്നും ഒന്നും കത്തിക്കില്ല. എന്തെങ്കിലും ശിവരാത്രി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഡേയിൽ രാവിലെ എഴുന്നേറ്റ് ഞാൻ വിളക്ക് കത്തിക്കും കേട്ടോ. അങ്ങനെ ഭഗവാന്മാരുടെ അവിടെയൊക്കെ കുറച്ച് പൂവൊക്കെ തലേദിവസം വാങ്ങിച്ചായിരുന്നു കേട്ടോ. അതൊക്കെ വെച്ച് അവിടെയൊക്കെ വിളക്ക് കത്തിച്ച് ഒരു ചുമന്ന പട്ടൊക്കെ വിരിച്ചിട്ടിട്ട്, ചുമന്ന തുണിയാണ് കേട്ടോ, പട്ട് പോലെ, അതവിടെ വിരിച്ചിട്ടിട്ട് അതിൻ്റെ പുറത്താണ് കേട്ടോ ഭഗവാന്മാരെയൊക്കെ ഞാൻ വെച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക ഐശ്വര്യമല്ലേ അത് കാണുമ്പോൾ തന്നെ. അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നുണ്ട് കേട്ടോ. ഞാനും രാജേഷനും കൂടെ ഒന്ന് അമ്പലത്തിൽ പോകുന്നുണ്ട്. കുഞ്ഞുങ്ങൾ എണീറ്റിട്ടില്ല, പോകുന്നതിന് മുമ്പായിട്ട് എണീപ്പിക്കണം. അങ്ങനെ കണ്ണൻകുട്ടനെയും പൊന്നുകുട്ടീനെയും ഉണർത്തി കേട്ടോ. കാരണം നമ്മൾ പോകുന്നതിന് മുമ്പ് അവരെ ഒന്ന് ഉണർത്തി. കണ്ണൻകുട്ടനെ ഉണർത്തണ്ടായിരുന്നു, പൊന്നുകുട്ടീനെ ഉണർത്തിയതാണ്. പക്ഷേ കണ്ണൻകുട്ടനെ എണീറ്റു. പിന്നെ TV വെച്ച് കൊടുത്തിട്ട് ഞങ്ങൾ അമ്പലത്തിൽ, കാരണം അവരെ രാവിലെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ചൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് താമസിക്കും. ഇപ്പോൾ സമയം 7:30 ആയിട്ടുള്ളത് കേട്ടോ. അപ്പം ഒന്ന് വെയിലായി വരുന്നതേ ഉള്ളൂ, ആ ഒരു സമയമാണ്. അപ്പോൾ ഞങ്ങളിതേ പോവുകയാണ് കേട്ടോ. 7:30-8 മണിയായി കേട്ടോ, ആ ഒരു ടൈമേ ആയിട്ടുള്ളൂ. ഞങ്ങൾ പെട്ടെന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് തന്നെ വേളോർവട്ടം എന്ന് പറയുന്നൊരു അമ്പലം കേട്ടോ. മഹാദേവൻ്റെ അമ്പലമാണ്. അവിടെ ഉത്സവമാണ് കേട്ടോ. അവിടെ ഞായറാഴ്ച എന്തോ ആണ് അവിടെ ആറാട്ട്. ശിവരാത്രിയുടെ ദിവസമൊക്കെ മഹാദേവൻ്റെ അമ്പലമല്ലേ, നല്ല ആളായിരിക്കുമല്ലോ. പക്ഷെ അവിടെ ശിവരാത്രി പ്രമാണിച്ചാണ് അവിടെ ഉത്സവം. നല്ല ആളായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല ആൾ. ഇത് ഞങ്ങളകത്ത് വഴിപാടൊക്കെ കഴിച്ച് തൊഴുതിറങ്ങിയതിന് ശേഷം, ഇത് ആമ്പലാണോ നീലത്താമരയാണോ? ഞാൻ പറഞ്ഞത് നീലത്താമരയാണെന്ന്, പക്ഷെ രാഷ്ട്രം പറയുന്നത് ആമ്പലാണെന്ന്. എനിക്കറിയില്ല കേട്ടോ, അവിടെ എഴുതി വെച്ചിട്ടില്ല അത് എന്ത് സംഭവം. വേറെ കുറേ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു. അവിടെ കുറേ ഔഷധ ഗുണങ്ങളുള്ള കുറേ ചെടികളൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ദശപുഷ്പം എന്നും പറഞ്ഞാണ് അവിടെ, പുഷ്പത്തറയെന്നും പറഞ്ഞൊക്കെ ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കും മഹാദേവൻ്റെ ഒരു രൂപവേ നല്ല രസമാണ് കേട്ടോ കാണാൻ. അതിൻ്റെ ചുറ്റിനും നമ്മുടെ നക്ഷത്രമില്ലേ, ഇങ്ങനെ അത്തം, ചിത്തിര, ജ്യോതി, അങ്ങനെ ഓരോ നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങൾക്ക് അനുയോജ്യമായ മരങ്ങൾ. ഇപ്പം എൻ്റെ നക്ഷത്രം എന്താണെന്നറിയാവോ? ഭരണിയാണ് കേട്ടോ. ഭരണി നക്ഷത്രം. എൻ്റെ കണ്ണൻകുട്ടൻ്റെയും നക്ഷത്രം ഒരേ നക്ഷത്രമാണ് കേട്ടോ. അതെല്ലാവരും പറയും, അമ്മയുടെയും മോൻ്റെയും നക്ഷത്രം ഒരുപോലെ വന്നു. അപ്പം ഞങ്ങളുടേത് നെല്ലിമരമാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ നെല്ലിമരത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കേട്ടോ. പിന്നെ രാജേഷൻ്റെ പൊന്നുകുട്ടിയുടെ വേറെയാണ് കേട്ടോ. അപ്പോൾ പൊന്നുകുട്ടിയുടെ എല്ലാം വെള്ളമൊക്കെ ഞങ്ങൾ ഒഴിച്ചു കൊടുത്തോട്ടെ. അവിടെ എല്ലാവരും മരങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറേ നാളായി കേട്ടോ ഞങ്ങൾ ഈ അമ്പലത്തിൽ വന്നിട്ട്. ഇതിനു മുമ്പ് വന്നപ്പോഴത്തേക്കും കുഞ്ഞു ചെടികളായി വെച്ചിട്ടേ ഉള്ളായിരുന്നു കേട്ടോ. ഇപ്പം അത്യാവശ്യം പൊക്കമൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ആന ഭഗവാനെ തിടമ്പേറ്റി വലത്തിടുകയാണ് കേട്ടോ. എന്തൊക്കെയോ ഇതൊക്കെ പൂജകളും ഒക്കെ നടക്കുകയാണ്. ഉത്സവവും കൂടെ ആയതുകൊണ്ട് പൂജ, ആന, നല്ല രസം, ഒരു പ്രത്യേക വൈബാണ് കേട്ടോ നമ്മുടെ അമ്പലം കാണാനായിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അമ്പലത്തിൽ ഉത്സവത്തിന് പോകാനായിട്ട് ഇതുപോലെ ആന തിടമ്പ് കയറ്റി നിൽക്കുന്നത്, ഭഗവാനെ ഇങ്ങനെ കയറ്റി നിർത്തി ഇങ്ങനെയുള്ള
ഇതുപോലുള്ള ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സുഖമാണ് കേട്ടോ ഇതുപോലൊരു അന്തരീക്ഷത്തിൽ. അതുകൊണ്ട് മിക്കവാറും നമ്മുടെ അടുത്തുള്ള അമ്പലങ്ങളിൽ ഉത്സവം വന്നാൽ ഞാൻ പോകും. അതിപ്പോൾ ആലപ്പുഴയിലാണെങ്കിലും ഞാൻ ഇവിടുന്ന് ചേർത്തലയിൽ നിന്ന് ആലപ്പുഴയിൽ പോകും കേട്ടോ. ഇനിയിപ്പോൾ ആലപ്പുഴയിൽ 1-2 അമ്പലങ്ങളിൽ ഉത്സവം വരുന്നുണ്ട്. പിന്നെ ഈ വരുന്ന ആഴ്ചകളിൽ ചൊവ്വയും ബുധനൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഉത്സവ ആഘോഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളൊരു വീട്ടിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാ കൊല്ലം വിളിക്കുന്നതാണ്, അതുപോലെ ഇക്കൊല്ലം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കൊല്ലം അവിടെ പോകണം. അപ്പോൾ അവിടത്തേക്ക് വീഡിയോസൊക്കെ മാക്സിമം ഞാൻ ഇടാനായിട്ട് നോക്കാം കേട്ടോ. ഇനിയിപ്പം കുറച്ച് ഉത്സവങ്ങൾ വരുന്നുണ്ട്. ആലപ്പുഴയിലും കുറച്ച് ഉത്സവങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും പോകണമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. നടക്കുമോ എന്തോ ഒന്നും അറിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇടയ്ക്ക് ചിലപ്പോൾ ഞങ്ങൾക്കൊരു ട്രിവാൻഡ്രം ട്രിപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ എങ്ങനെയാണെന്ന് ഉറപ്പില്ല അതും. അപ്പോൾ അതേ കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്ക് വാങ്ങിച്ചില്ല കേട്ടോ. കണ്ണൻകുട്ടന് മാത്രം ജസ്റ്റ് ഒരു ബലൂണ്. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ബലൂൺ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മ, എനിക്ക് എൻ്റെ അപ്പൂപ്പനാട്ടോ വാങ്ങിച്ചു തന്നുകൊണ്ടിരുന്നത് ഇതുപോലത്തെ ബലൂൺസൊക്കെ. അപ്പോൾ എനിക്ക് ഒരുപാട് എന്തോ എൻ്റെ അപ്പൂപ്പനെയൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ. എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടൊരു മനുഷ്യനാണ് കേട്ടോ എൻ്റെ അപ്പൂപ്പൻ. ആൾ മരിച്ചുപോയി. എൻ്റെ കുട്ടിക്കാലം അടിപൊളിയാക്കി തന്ന ഒരു മനുഷ്യനാണ് എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും. അത് എൻ്റെ മരണം വരെയും ഞാനത് തുടർന്ന് കൊണ്ടുപോകും കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ അപ്പൂപ്പനെ അമ്മൂമ്മേനെ ഇപ്പോഴും. അപ്പോൾ പെട്ടെന്ന് അപ്പൂപ്പനെയൊക്കെ ഓർമ്മ വന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആ ബലൂൺ എൻ്റെ കണ്ണൻകുട്ടനെ വാങ്ങിച്ചു. പിന്നെ കടയിലൊക്കെ ഒന്ന് കയറി കേട്ടോ. ഞങ്ങൾക്ക് പാല് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും രണ്ടുപേരും ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ബലൂൺ വാങ്ങിച്ചു കൊടുത്തപ്പോൾ കണ്ണൻകുട്ടൻ നല്ല ഹാപ്പി ആയി കേട്ടോ. അപ്പോൾ പൊന്നുകുട്ടിക്ക് പിന്നെ ബലൂണൊന്നും കളിക്കേണ്ട സമയമല്ലല്ലോ ഇപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പൊന്നുകുട്ടിക്ക് വാങ്ങിക്കാഞ്ഞത്. എൻ്റെ ചെടി കണ്ടോ, ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എൻ്റെ 10 മണി വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പുറത്തെ സൈഡിലും അതുപോലെ നടണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ചെടിയിലൊക്കെ പൂ വന്നു കേട്ടോ. നല്ല രസമല്ലേ ഈ ചെടി നട്ട് കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് ഒരു രസമൊന്നും ഉണ്ടാകത്തില്ലല്ലേ. കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് പൂക്കളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും. അതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കേട്ടോ. അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് റെഡിയാക്കി. ഉപ്പുമാവൊക്കെ അതൊക്കെ കഴിച്ചു കേട്ടോ. ഇത് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുവാണ്. രാവിലത്തെ ഭക്ഷണമൊന്നും ഞാൻ കാണിച്ചില്ല. ഞാൻ ഇന്ന് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ശിവരാത്രി ഞാൻ ഫ്രൂട്ട്സും വെള്ളവും മാത്രം കുടിച്ചിട്ടുള്ള ഒരു ശിവരാത്രി വ്രതമാണ് എടുത്തത് കേട്ടോ. അപ്പം ഇവർക്കുള്ള ഭക്ഷണം ഞാൻ ഉച്ചക്കത്തേക്ക് റെഡിയാക്കുകയാണ്. രാവിലെ ഉപ്പുമാവൊക്കെ ആയിരുന്നു കേട്ടോ അവർക്ക്. പിള്ളേർക്കും റേഷനും കൂടെ ഉപ്പുമാവായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഉച്ചക്കത്തേക്ക് ഞാനൊരു സാമ്പാർ, പപ്പടം, പിന്നെ പടവലങ്ങ മെഴുക്കുവരട്ടിയായിരുന്നു കേട്ടോ. പടവലങ്ങ കൊണ്ടൊരു മെഴുക്കുവരട്ടിയായിരുന്നു. അപ്പോൾ അവർക്കുള്ളത് ഇതാണ് പടവലങ്ങ മെഴുക്കുവരട്ടി. അപ്പോൾ ചോറ് ഉച്ചക്കത്തേക്കും അവർക്കുള്ളതെല്ലാം ആക്കിയിട്ട് ഞാൻ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പം 11 മണിക്ക് മുമ്പ് തന്നെ ഞാൻ നമ്മുടെ ഹാളിൽ വന്നിരുന്നു കേട്ടോ. അത്രയ്ക്ക് ഒരു വല്ലാത്ത ചൂടാണ് കേട്ടോ അടുക്കളയിൽ. ഒരു രക്ഷയില്ല ചൂട്. ഞങ്ങളുടെ ഇവിടുത്തെ മരങ്ങളൊക്കെ വെട്ടിയതുകൊണ്ട് ഇത്തവണ ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ അതേ റേഷന് ഞാൻ ചോറ് കൊടുത്തു കേട്ടോ. ഞാൻ ചോറ് കഴിച്ചില്ല കേട്ടോ. ഞാൻ ഈ ദിവസം ശിവരാത്രിയുടെ അന്ന് ഫ്രൂട്ട്സ് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഫ്രൂട്ട്സും വെള്ളവും മാത്രം, വേറെ ഒന്നും കഴിക്കാത്ത രീതിയിലാണ് എടുത്തത്. അപ്പോൾ എനിക്ക് അതിന് വേണ്ടി റേഷനും കുറച്ച് പഴവും ആപ്പിള്, തണ്ണിമത്തൻ ഇതൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ കഴിക്കുകയാണ്. അവരവിടെ ചോറ് കഴിക്കട്ടെ. ഞാനിപ്പോൾ ഇങ്ങോട്ട് മാറിയിരുന്ന് അതൊക്കെ കഴിച്ചു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാട്ടോ ഇതുപോലുള്ള വ്രതങ്ങളൊക്കെ എടുക്കാം. പണ്ട് എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ ഈ ഷഷ്ടി വ്രതം അതുപോലെയുള്ള വ്രതങ്ങളൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. തിരുവാതിര വ്രതം ഇതെല്ലാം ഞാൻ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് നാമമൊക്കെ ചൊല്ലും. നമ്മൾ ഈ ദിവസങ്ങളിൽ കുറച്ച് നേരം ഇരുന്ന് നാമമൊക്കെ ചൊല്ലണം. സന്ധ്യ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഇച്ചിരി താമസിച്ച് പോയി കേട്ടോ. ഞങ്ങളുടെ ഇവിടെ അടുത്ത് കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ട പുഴുങ്ങാനൊക്കെ പോയില്ലായിരുന്നോ, കണിച്ചുകുളങ്ങര അമ്പലം. ആ അമ്പലത്തിൽ ശിവരാത്രിയുടെ അന്നാണ് കേട്ടോ ഉത്സവം. ഞങ്ങളവിടെ പോവുകയാണ് കേട്ടോ. അങ്ങനെ പെട്രോൾ പമ്പിൽ വന്നപ്പോൾ കട്ട പോസ്റ്റായി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ല തിരക്ക്. എനിക്ക് തോന്നുന്നു മിക്ക ആളുകൾ ഉത്സവത്തിനൊക്കെ പോകുന്നതിൻ്റെയൊക്കെ ഒരു തിരക്കായിരിക്കാം. അപ്പോൾ കണ്ണൻകുട്ടിനെയും പൊന്നുകുട്ടീനെയൊക്കെ റെഡിയാക്കി അങ്ങനെ ഞാൻ നാമമൊക്കെ ചൊല്ലി ഇരുന്നതുകൊണ്ട് കുറച്ച് ലേറ്റായി കേട്ടോ. അതിന് ശേഷം പെട്രോളൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോവുക കേട്ടോ. കണിച്ചുകുളങ്ങരയിലോട്ട് തിരിച്ചല്ല, ഞങ്ങൾ കണിച്ചുകുളങ്ങരയിലോട്ട് പോകണം. അവിടെയൊക്കെ മൊത്തം ബ്ലോക്കാണ് കേട്ടോ. ഈ ബ്ലോക്ക് കണ്ടിട്ട് തന്നെ മനസ്സിൽ ടെൻഷനായി കേട്ടോ. അപ്പോൾ അത് നേരെ നോക്കുമ്പോൾ വെടിക്കെട്ട് തുടങ്ങി. അവിടെ മെയിനായിട്ട് ആ അമ്പലത്തിൽ ഈ ശിവരാത്രി ദിവസം രാത്രി ഉത്സവത്തിനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ
അരിക്കൂത്തുണ്ട്, പിന്നെ വെടിക്കെട്ടുണ്ട്, പിന്നെ തിരുവിടുത്തം. അത്ര അടിപൊളിയാട്ടോ. ഈ 3 കാര്യമാണ് അവിടെ പ്രധാനമായിട്ട് ഞങ്ങൾ കണിച്ചുകുളങ്ങര അമ്പലത്തിൽ ഉത്സവത്തിന്. ഞങ്ങൾ ആലപ്പുഴയിലായിരുന്നപ്പോഴും എല്ലാ കൊല്ലവും വരും കേട്ടോ ഈ ദിവസം. അവിടെ നിന്ന് ഇവിടം വരെ ഞങ്ങൾ വന്ന് ഈ ഉത്സവം കൂടിയിട്ട് ഞങ്ങൾ തിരിച്ചു പോയിട്ട് കേട്ടോ. പൊന്നുകുട്ടി കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് ഞങ്ങൾ വരുമായിരുന്നു കേട്ടോ. കണ്ണൻകുട്ടൻ ആദ്യമായിട്ട് വെടിക്കെട്ട് കണ്ടത് എനിക്ക് തോന്നി ഈ അമ്പലത്തിലാണെന്ന് തോന്നുന്നു. അത്രയ്ക്ക് ഒരുപാട് നേരം നീണ്ടുള്ള വെടിക്കെട്ടാണ്. പക്ഷേ ഈ വർഷം വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മുടെ തൃപ്പൂണിത്തുറയിലൊക്കെ ഒരുപാട് ആക്സിഡൻസ് ഒക്കെ ഉണ്ടായല്ലോ വെടിക്കെട്ട് സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം അധികം സൗണ്ടൊന്നും ഇല്ലാത്ത വളരെ കുറച്ച് വെടിക്കെട്ടേ ഉണ്ടായിരുന്നു. അന്ന് അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ നടന്നാണ് കേട്ടോ വെടിക്കെട്ടൊക്കെ കണ്ടത്. ഫ്രണ്ടിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഞങ്ങൾ ഇത്രയും പെട്ടിട്ടില്ല കേട്ടോ. ഇതുവരെ ഈ കണിച്ചുകുളങ്ങര അമ്പലത്തിൽ ഉത്സവത്തിന് വന്നിട്ട് ഞങ്ങൾക്ക് ഇതുപോലൊരു പെടലുണ്ടായിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് ജനങ്ങളെന്ന് വെച്ചാൽ അമ്മാതി ജനങ്ങൾ തിങ്ങി ഞെരുങ്ങി. എന്തായാലും അവിടെ നിന്നൊന്ന് കുറച്ച് നേരം വെടിക്കെട്ടൊക്കെ കണ്ടു കേട്ടോ. കുറച്ചുകൂടെ അങ്ങോട്ട് മാറി നിന്ന് കണ്ടാൽ നമുക്ക് നല്ല സുഖമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പുറത്ത് ഗസ്റ്റൊക്കെ കാണും. നമ്മുടെ ഫ്രണ്ട് ഗ്രൗണ്ട് ഭാഗത്തൊക്കെ ഗസ്റ്റൊക്കെ ഉണ്ട്. അവർക്ക് ഈ പ്രത്യേക ഇരിക്കാനായിട്ടുള്ള ഈ അമ്പലത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവും കേട്ടോ. അവർക്കൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന സൗകര്യമുണ്ട്. ഞങ്ങൾ അവിടെ പോയി നിന്നാണ് സാധാരണ കാണുന്നത്. പക്ഷേ ഇത് ഞങ്ങൾ പടിഞ്ഞാറൻ വഴി വന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല തിരക്കായി പോയി കേട്ടോ. അങ്ങനെ വെടിക്കെട്ടൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ കണ്ണൻകുട്ടന് പേടിയുണ്ട് എങ്കിലും കാണുവാൻ വേണം ആ ഒരു രീതി. പൊന്നുകുട്ടിക്ക് പിന്നെ വെടിക്കെട്ടൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ആളുടെ പേടിയാണെങ്കിലും ആൾ കാണും. ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണാൻ. പിന്നെ ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങൾ ഇതുപോലെ ഉത്സവത്തിനൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉത്സവത്തിനൊക്കെ പോകാനായിട്ട്. അതിനുശേഷം വെടിക്കെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ തിരുപിടുത്തം തുടങ്ങുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ തിരുപിടുത്തം. ആളുകളിങ്ങനെ തിരി നേർത്ത് ഒരു കമ്പിൽ കെട്ടിയിട്ട് അതിങ്ങനെ ദേവിയുടെ ചുറ്റിനും വല വെക്കുന്നതാണ് ഈ തിരുപിടുത്തം എന്ന് പറയുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ അടുത്തോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അമ്മാതിരി ജനങ്ങൾ കണ്ടോ, എന്ത് ജനങ്ങളാണ്. ഞങ്ങൾ തിങ്ങി ഞെരുങ്ങി. പിന്നെ കുഞ്ഞുങ്ങളുണ്ടല്ലോ. പൊന്നുവാണെങ്കിൽ പൊന്നുവിനെ ആരും എടുക്കുന്നില്ല. കണ്ണൻകുട്ടനെ എടുക്കുന്നതുകൊണ്ട് പിന്നെ കണ്ണൻകുട്ടന് വലിയ പ്രശ്നമില്ല. പൊന്നുകുട്ടിക്ക് ഭയങ്കര എന്തോ ഒരു സഫോക്കേഷൻ ആയിപ്പോയി കേട്ടോ. ആ ഒരു ജനക്കൂട്ടത്തിൻ്റെ നടുക്ക് കുഞ്ഞല്ലേ, പെട്ടെന്ന് കുഞ്ഞിന് എന്തോ ഒരു വല്ലാത്ത ഒരു സഫോക്കേഷൻ പോലെ. ഞങ്ങൾ പിന്നെ നേരെ റോഡ് സൈഡിലോട്ട് മാറി കേട്ടോ. ഇതുവരെ ഞാൻ ഇത്രയും തിരക്ക് നമ്മുടെ കണിച്ചുകുളങ്ങര അമ്പലത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. അമ്മാതിരി ജനങ്ങൾ കേട്ടോ. നല്ല തിരക്ക്. ഈ പ്രാവശ്യം ചിക്കരക്കുട്ടികളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ഇച്ചിരി എനിക്കെന്തോ ഭയങ്കര അപകടം പോലെയാണ് തോന്നിയത് കേട്ടോ ഈ തിരുപിടുത്തം. കാരണം അത്രയ്ക്ക് കൂട്ടത്തോടെയാണ് കേട്ടോ ആളുകൾ ഇങ്ങനെ തിരുപിടിക്കുന്നത്. തീയല്ലേ. അപ്പോൾ എനിക്ക് ഇച്ചിരി ഒരു പേടിയും കൂടെയാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഇച്ചിരി ദൂരെ മാറി നിന്ന്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ആംബുലൻസൊക്കെ കൊണ്ടുപോയി കേട്ടോ. ആർക്കൊക്കെ എന്തൊക്കെയോ അപകടങ്ങൾ സംഭവിച്ചിട്ട് ആംബുലൻസൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. ആ ആംബുലൻസ് വന്ന സമയത്ത് ഭയങ്കര തിക്കും തിരക്കും ഒക്കെ ആയിരുന്നു കേട്ടോ. ആ സമയത്താണ് പൊന്നുകുട്ടിക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നിയത്. അതിന് ശേഷം കുറച്ചൊക്കെ തിരക്കൊക്കെ മാറിയതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് കുറച്ച് മാറി അങ്ങോട്ട് ഞങ്ങൾ നീങ്ങി നടന്ന് അങ്ങോട്ട് നീങ്ങി മാറി നിന്ന് കേട്ടോ. ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് പോയി കുറച്ച് നേരം നിന്ന് തിരുപിടുത്തമൊക്കെ കണ്ടു. തിരുപിടുത്തത്തിൻ്റെ അടുത്തോട്ട് അരിക്കൂത്ത് വഴിപാട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവരെയും കാണിക്കണം, ഫ്രണ്ട്സിനെ കാണിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങളവിടെ പോയത് കേട്ടോ. പക്ഷേ അരിക്കൂത്തിൻ്റെ ഏരിയയിലോട്ട് നടക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ വർഷം നമ്മുടെ കണ്ണൻകുട്ടന് വേണ്ടി അരിക്കൂത്ത് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ഉണ്ട പുഴുങ്ങുകയൊക്കെ ചെയ്തതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം അരിക്കൂത്ത് നടത്തിയില്ല. അപ്പോൾ അരിക്കൂത്ത് വഴിപാട് ഉണ്ടായിരുന്നെങ്കിലും അത് അങ്ങോട്ട് ചെല്ലുന്ന കാര്യം ഭയങ്കര പാടായിരിക്കും കേട്ടോ. അത്ര ഞാൻ അത്ര ആളുകളാണ് അവിടെ. താഴെയൊക്കെ ആളുകൾ ഇരുന്നിട്ട് അങ്ങോട്ട് കടത്തി വിടുന്നില്ല, അത്രയ്ക്ക് ജനങ്ങളാണ്. അങ്ങനെ കുറേ നേരം ഉത്സവത്തിൻ്റെ അവിടെ നിന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. കുറേ ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. കപ്പലണ്ടിക്കാരൻ, ഐസ്ക്രീം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. ജസ്റ്റ് കപ്പലണ്ടി മാത്രം കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോരുവാണ് കേട്ടോ. ഇനിയും നിന്ന് കഴിഞ്ഞാൽ പണി പാളും. കാരണം നല്ല അമ്മാതിരി ആളല്ലേ, അപ്പോൾ ബ്ലോക്കായിരിക്കും. അപ്പം ഞങ്ങൾ വന്ന വഴിയെ ഞങ്ങളെ കടത്തി വിട്ടില്ല പോലീസുകാർ. അതിലെ വിടത്തില്ല, അതിലെ ബ്ലോക്കായിട്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് പോകണ്ട, കുഞ്ഞുങ്ങളെ കൊണ്ട് പോയാൽ പണി പാളുമെന്ന് പറയും. അവിടെ ഞങ്ങൾ വേറെ വഴി കൂടെയാണ് കേട്ടോ വന്ന് ഞങ്ങൾ കുറച്ചിങ്ങ് പോന്നു കഴിഞ്ഞപ്പോൾ ഒരു ബേക്കറി ഉണ്ട് കേട്ടോ. നമ്മുടെ ചേർത്തല KSRTC സ്റ്റാൻഡിനടുത്തുള്ള ഒരു ബേക്കറിയിൽ വന്ന് നമ്മുടെ പൊന്നുകുട്ടിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു.
പൊന്നുകുട്ടിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തതിൻ്റെ മെയിൻ കാരണം നമ്മുടെ കണ്ണൻകുട്ടൻ ഉറക്കമായിരുന്നു കേട്ടോ. കണ്ണൻകുട്ടനെ ഉറക്കമായതുകൊണ്ടാണ് പൊന്നുകുട്ടിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തത്. സമയം ഏകദേശം രാത്രി 10-11 മണിയായി കേട്ടോ. 11 മണിക്ക് ഐസ്ക്രീം കഴിക്കുന്ന ആൾ. ഞാൻ കഴിച്ചില്ല കേട്ടോ, ഞാൻ വ്രതമായതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. കണ്ണൻകുട്ടൻ നല്ല ഉറക്കമാണ്. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് കൂട്ടുകാരുടെ അടുത്തോട്ട് വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാരും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.